ഹായ് ഡിയർ സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന രണ്ട് ടോപ്പിക്സാണ് അറേ ആക്സസിങ് യൂസിങ് പോയിൻറ്റേഴ്സ് ആൻഡ് പാസ് ബൈ റെഫറൻസ് മെത്തേഡ്. ഈ രണ്ട് ടോപ്പിക്സും കൂടെ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പോയിൻറ്റർ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് 5th മൊഡ്യൂളിൽ കംപ്ലീറ്റ് ആവും. അപ്പോൾ ഇതിനകത്ത് പാസ് ബൈ റെഫറൻസ് എന്ന് പറഞ്ഞ ടോപ്പിക്ക് നമ്മൾ ഓൾറെഡി ചെറുതായിട്ടൊന്ന് ഡിസ്കസ് ചെയ്തതാണ് 4th മൊഡ്യൂളിൽ ഫങ്ഷൻസിൽ പാസ് ബൈ വാല്യൂവും പാസ് ബൈ റെഫറൻസ് എന്ന് പറഞ്ഞ മെത്തേഡ്. അപ്പോൾ അവിടെ ഞാൻ പ്രോഗ്രാം വന്നപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തില്ല. ഞാൻ പറഞ്ഞു അവിടെ പോയിൻ്റർ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്, അത് നമുക്ക് 5th മൊഡ്യൂളിൽ വരുമ്പോഴേ ക്ലിയർ ആകത്തുള്ളൂ എന്ന് പറഞ്ഞായിരുന്നു. ഓക്കെ, അതേ സെയിം ടോപ്പിക്ക് തന്നെയാണ് ഇവിടെ പഠിക്കുന്നത്. പോയിൻ്റർ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് വരുമ്പം ഉള്ള എന്താണ് ഡിസ്ക്രിപ്ഷനും കൂടെ പറയാനുള്ളൂ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് അറേ ആക്സസിങ് യൂസിങ് പോയിൻറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞത് പോയിൻ്ററിനകത്ത് ഒരു വേരിയബിളിൻ്റെ അഡ്രസ്സ് സേവ് ചെയ്യുന്ന കാര്യമായിരുന്നു പറഞ്ഞത്. ഇനി എന്താണ് അറേ? എന്താണ് അറേ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ A5 എന്ന് പറഞ്ഞൊരു അറേ. ഓക്കെ, അപ്പം A5 എന്നൊരു അറേ എന്ന് പറയുമ്പോൾ എന്താ? ഇറ്റ്സ് ആൻ ഇൻറ്റ് A5 എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ആൻ ഇൻറ്റിജർ അറേ വിച്ച് കൺസിസ്റ്റ് ഓഫ് 5 ലൊക്കേഷൻസ് ആൻഡ് ഇറ്റ് സ്റ്റോഴ്സ് 5 വാല്യൂസ്. ഫോർ എക്സാമ്പിൾ 2, 4, 6, 1, 0 ഒരു 5 വാല്യൂസ് സ്റ്റോർ ചെയ്തേക്കാണ് A5 എന്ന് പറഞ്ഞ അറേയിൽ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഓരോ ലൊക്കേഷൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും, സെയിം ആയിരിക്കത്തില്ല. ഇപ്പോൾ ഇൻറ്റ് = 5 എന്ന് പറഞ്ഞാൽ അവിടെ ജസ്റ്റ് എയുടെ വാല്യൂ 1000 ആണെങ്കിൽ 1000 മാത്രമേ കാണിക്കുള്ളൂ. ഇപ്പോൾ അറേ A5 എന്ന അറേ ആണെങ്കിൽ ഇപ്പോൾ ആദ്യത്തെ വാല്യൂ 1000, അടുത്ത അഡ്രസ്സ് എന്ന് പറയുന്നത് 1004, അടുത്ത അഡ്രസ്സ് ഇപ്പോൾ 1008, അങ്ങനെ എക്സെട്ര പോവും. ഓക്കെ, ജസ്റ്റ് വാല്യൂസ്. അപ്പം അറേ എന്ന് പറയുമ്പോൾ അതിനകത്ത് സ്റ്റോർ ചെയ്യുന്ന ഓരോ വാല്യൂസും ഓരോ മെമ്മറി ലൊക്കേഷനിലായിരിക്കും പോയി സ്റ്റോർ ആവുന്നത്. ഇനി നമ്മൾ ഈ പറഞ്ഞ പോയിൻ്റർ ഒരു അറേയിലോട്ട് പോയിൻ്റ് ചെയ്യുന്നു. പോയിൻ്റർ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു അഡ്രസ്സ് മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റൂ. ഒരു സിമ്പിൾ പോയിൻ്റർ എന്ന് പറയുമ്പോൾ ഒരു അഡ്രസ്സാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോയിൻ്റർ അറേയിലോട്ട് പോയിൻ്റേഴ്സ് ചെയ്യുവാണെങ്കിൽ അറേയിലുള്ള എല്ലാ അഡ്രസ്സും അതിനകത്ത് നമുക്ക് സേവ് ചെയ്യാൻ പറ്റത്തില്ല. ഇറ്റ് ജസ്റ്റ് ഓൺലി പോയിൻറ്റ്സ് ടു ദ അഡ്രസ് ഓഫ് ദ ഫസ്റ്റ് എലമെൻറ്റ്. ഫസ്റ്റ് എലമെൻറ്റിൻ്റെ അഡ്രസ്സിലോട്ട് മാത്രമേ നമുക്ക് ആ പോയിൻ്ററിനെ പോയിൻ്റ് ചെയ്യാൻ പറ്റൂ. ഒന്നും കൂടെ പറയാം. പോയിൻ്റർ ഇപ്പോൾ *p എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു വേരിയബിളിൻ്റെ അഡ്രസ്സ് ഫോർ എക്സാമ്പിൾ 1000 അല്ലെങ്കിൽ 2000 മാത്രമേ സ്റ്റോർ ചെയ്യാൻ പറ്റൂ. ഇനി നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത് പോയിൻ്റർ യൂസ്ഡ് ടു പോയിൻറ്റിങ് ടു ആൻ അറേ. ഒരു അറേയിലോട്ട് പോയിൻ്റ് ചെയ്യണം. അറേ മീൻസ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ കളക്ഷൻ ഓഫ് വാല്യൂസ് ഓഫ് സെയിം ടൈപ്പ്. ദാറ്റ് മീൻസ് സെയിം ടൈപ്പ് കുറേ വാല്യൂസ് ഉള്ളതുകൊണ്ട് ഒത്തിരി അഡ്രസ്സ് അതിനകത്ത് കാണും. ഓരോ വാല്യൂ ഓരോ മെമ്മറി ലൊക്കേഷനിൽ പോയി സ്റ്റോർ ആവുന്നു. അപ്പോൾ നമുക്ക് ആ പോയിൻറ്റിനകത്ത് എല്ലാ അഡ്രസ്സും കൂടി സ്റ്റോർ ചെയ്യാൻ പറ്റത്തില്ല. ബട്ട് എങ്ങനെയായിരിക്കും നമ്മൾ ചെയ്യുന്നത്? ആ പോയിൻ്റർ ആ അറേയിലെ ഫസ്റ്റ് എലമെൻറ്റിൻ്റെ അഡ്രസ്സിലോട്ട് മാത്രമേ പോയിൻ്റ് ചെയ്യൂ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ബാക്കിയുള്ള അഡ്രസ്സസിലുള്ള വാല്യൂസിനെ പ്രിൻറ്റ് ചെയ്യുന്നത്? അപ്പോൾ ജസ്റ്റ് നമുക്ക് ഒരു വാല്യൂ അഡ്രസ്സല്ല, ഒരു വാല്യൂ മാത്രം പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ *p എന്ന് പറഞ്ഞ് കൊടുത്താൽ മതി, ഇല്ലേ? അപ്പം നമ്മളിപ്പം പറഞ്ഞു പോയിൻ്റർ എന്ന് പറയുന്ന ഒരു അഡ്രസ്സിൻ്റെ ഒരു അറേയുടെ സ്റ്റാർട്ടിങ് അഡ്രസ്സാണ് സ്റ്റോർ ചെയ്യുന്നത് പറഞ്ഞു. അപ്പോൾ അവിടെ നമ്മൾ *p എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആ സ്റ്റാർട്ടിങ് അഡ്രസ്സിലിരിക്കുന്ന, അതായത് നമ്മുടെ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിനെ ബേസ് ചെയ്താണെങ്കിൽ ഇപ്പോൾ 1000 ആണ് സ്റ്റാർട്ടിങ് അഡ്രസ്സെങ്കിൽ 1000-ലിരിക്കുന്ന അറേയുടെ ആൾ മാത്രമേ പ്രിൻ്റ് ആകത്തുള്ളൂ. നമുക്ക് ബാക്കിയുള്ള അറേ എലിമെൻറ്റ്സും കൂടെ പ്രിൻറ്റ് ചെയ്യണം. അതെങ്ങനെയാണെന്നാണ് നമുക്ക് ഈ പ്രോഗ്രാം വഴി ഡിസ്കസ് ചെയ്യാം. സോ ഹിയർ റൈറ്റ് എ പ്രോഗ്രാം ടു ഡിസ്പ്ലേ ദ കണ്ടൻറ്റ്സ് ഓഫ് എൻ അറേ യൂസിങ് പോയിൻറ്റേഴ്സ്. #include void മെയിനിൽ ഫസ്റ്റ് തന്നെ നമ്മളൊരു അറേ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, ഇൻറ്റിജർ അറേ ഹാവിങ് 5 വാല്യൂസ്. ദെൻ ഇൻറ്റ് i, ഇൻറ്റ് *p = a, ഇൻറ്റ് *p = a. ഇൻറ്റ് *p = a എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? p എന്ന് പറഞ്ഞൊരു പോയിൻ്ററാണ് ആൻഡ് ഇറ്റ് പോയിൻറ്റ്സ് ടു ആൻ a എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു അറേ. സോ ഹിയർ ദ പോയിൻ്റർ p പോയിൻറ്റ്സ് ടു ആൻ അറേ. അപ്പോൾ പോയിൻ്റർ p പോയിൻറ്റ്സ് ടു ആൻ അറേ എന്ന് പറയുമ്പോൾ അറേയുടെ ഫസ്റ്റ് വാല്യൂ 10 എവിടാണോ പോയി സ്റ്റോർ ആവുന്നത്, അതായത് നമ്മുടെ A0യുടെ അഡ്രസ്സ് എന്താണോ അതായിരിക്കും പിയിൽ സ്റ്റോർ ചെയ്യുന്നത്. ഇപ്പോൾ A0യുടെ അഡ്രസ്സ് 1000 ആണെന്നുണ്ടെങ്കിൽ ആ 1000 ആയിരിക്കും നമ്മുടെ പിയിൽ വന്ന് സ്റ്റോർ ആവുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇൻറ്റ് *p = a എന്ന് ആമ്പർസെൻ്റ് ഒന്നും കൊടുക്കണ്ട, ജസ്റ്റ് a എന്ന് മാത്രം നമ്മൾ കൊടുത്തിരുന്നാൽ മതി. നമ്മുടെ ജസ്റ്റ് അറേയുടെ പേര് മാത്രം കൊടുത്തിരുന്നാൽ മതി, ആമ്പർസെൻ്റ് കൊടുക്കണ്ട. ഇനി അറേ കണ്ടൻറ്റ് പ്രിൻറ്റ് ചെയ്യുവാണ്. എങ്ങനെയായിരിക്കും? for i = 0, i <= 5, a++. എങ്ങനെയാണെന്ന് നോക്കിക്കേ. അറേ കണ്ടൻറ്റ് നമ്മൾ പ്രിൻറ്റ് ചെയ്യുന്നത് then within the bracket p + i. വെറും *p എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ
ആ അറേ പോയിൻ്റ് ചെയ്യുന്ന ഫസ്റ്റ് എലമെൻറ്റിൻ്റെ അഡ്രസ്സാണ്. അതായത് ആ 10 എന്ന് പറഞ്ഞ വാല്യൂ മാത്രം പ്രിൻറ്റ് ചെയ്യും. നമുക്ക് 10 തൊട്ട് 50 അറേയിലുള്ള എല്ലാ എലമെൻറ്റ്സും പ്രിൻറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഫോർമാറ്റ് എന്ന് പറയുന്നത് സ്റ്റാർ P+I എന്ന് പറഞ്ഞായിരിക്കും കൊടുക്കുന്നത്. അതായത് സ്റ്റാർ ഓഫ് P+0 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് എലമെൻറ്റ്. ദെൻ സ്റ്റാർ ഓഫ് P+1 എന്ന് പറയുമ്പോൾ നമ്മുടെ സെക്കൻഡ് എലമെൻറ്റ്. സ്റ്റാർ ഓഫ് P+2 എന്ന് പറയുമ്പോൾ നമ്മുടെ തേർഡ് എലമെൻറ്റ്. സ്റ്റാർ ഓഫ് P+3 എന്ന് പറയുമ്പോൾ നമ്മുടെ ഫോർത്ത് എലമെൻറ്റ്. സ്റ്റാർ ഓഫ് P+4 എന്ന് പറയുമ്പോൾ നമ്മുടെ ഫിഫ്ത്ത് എലമെൻറ്റ് പ്രിൻ്റ് ആവും. അപ്പോൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ടായിരിക്കും ആക്സസ് ചെയ്യുന്നത്. ഏത് ബേസിൽ? ഇഫ് ദ പോയിൻ്റർ പോയിൻറ്റ്സ് ടു ആൻ അറേ. പോയിൻ്റർ ഒരു അറേയിലോട്ട് പോയിൻറ്റ് ചെയ്യുമ്പോൾ, അതായത് അറേയിലെ ഫസ്റ്റ് എലമെൻറ്റിലോട്ട് പോയിൻറ്റ് ചെയ്യുമ്പോൾ ബാക്കിയുള്ള എല്ലാ എലമെൻറ്റ്സും നമുക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ, അതിൻ്റെ കണ്ടൻസ് പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ സ്റ്റാർ ഓഫ് P+I എന്ന് പറഞ്ഞായിരിക്കും കൊടുക്കുന്നത്. നമുക്ക് ജസ്റ്റ് അറേയിലെ ഫസ്റ്റ് എലമെൻറ്റ് മാത്രം പ്രിൻറ്റ് ചെയ്യിപ്പിച്ചാൽ മതിയെങ്കിൽ സ്റ്റാർ P എന്ന് മാത്രം കൊടുത്താൽ മതിയായിരുന്നു. ഓക്കെ, അപ്പോൾ അപ്പം നമ്മൾ ഫോർ ലൂപ്പിനകത്ത് കയറി സ്റ്റാർ P(i) എന്ന് പറഞ്ഞ് P+I എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ എല്ലാ കണ്ടൻസും പ്രിൻറ്റ് ചെയ്യും. അതിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് പാസ് ബൈ റെഫറൻസ് മെത്തേഡ്. നമ്മൾ ഫോർത്ത് മൊഡ്യൂളിൽ പാസ് ബൈ വാല്യൂവും പാസ് ബൈ റെഫറൻസും പഠിച്ചു. ഓക്കെ, അപ്പം ഡൗട്ടുള്ളവർ ആ വീഡിയോ അല്ലെങ്കിൽ PPT ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. പാസ് ബൈ വാല്യൂ അല്ലെങ്കിൽ കോൾ ബൈ വാല്യൂ എന്ന് പറയും. പാസ് ബൈ റെഫറൻസ് ഓർ കോൾ ബൈ റെഫറൻസ് എന്ന് പറയും. എന്താ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്തായിരുന്നു? In pass by value or call by value, a copy of the actual arguments is passed to the formal arguments in the function definition, and if any changes we performed on the formal arguments which performed no effect on the actual arguments in the calling function. അതായത് നമ്മൾ പാസ് ബൈ വാല്യൂ മെത്തേഡിൽ ജസ്റ്റ് ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സിൻ്റെ കോപ്പി മാത്രമേ നമ്മൾ പാസ് ചെയ്യുന്നുള്ളൂ ഫംഗ്ഷനിലോട്ട്. അപ്പോൾ ഫംഗ്ഷനിലുള്ള ഫോർമൽ പാരാമീറ്റേഴ്സിലോട്ട് ആ കോപ്പി വാല്യൂ ആയിരിക്കും പോയി സ്റ്റോർ ആവുന്നത്. ദെൻ ഫോർമൽ പാരാമീറ്ററിലിരിക്കുന്ന ആ കോപ്പി വാല്യൂവിൽ നമ്മൾ എന്ത് ചേഞ്ച് വരുത്തിയാലും അത് ഫോർമൽ പാരാമീറ്ററിൽ മാത്രമേ മോഡിഫിക്കേഷൻ വരുത്തുള്ളൂ, ആക്ച്വൽ പാരാമീറ്ററിലോട്ട് മോഡിഫിക്കേഷൻ വരത്തില്ല. അത് എക്സാമ്പിൾ സഹിതം നമ്മൾ ഫോർത്ത് മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇൻ പാസ് ബൈ റെഫറൻസ് മെത്തേഡ്. പാസ് ബൈ റെഫറൻസ് മെത്തേഡിൽ എങ്ങനെയായിരിക്കും? പാസ് ബൈ റെഫറൻസ് മെത്തേഡ് എന്ന് പറയുമ്പോൾ നമ്മൾ അഡ്രസ്സ് ആയിരിക്കും പാസ് ചെയ്യുന്നത്. ഇപ്പോൾ ഫംഗ്ഷൻ കോളിൽ തന്നെ നമ്മൾ പറഞ്ഞാണ്. ഇപ്പോൾ സ്വാപ്പ് ഓഫ് AB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫംഗ്ഷനെ നമ്മൾ കോൾ ചെയ്യാണ് സ്വാപ്പ് ഓഫ് AB. സ്വാപ്പ് ഓഫ് AB എന്ന് പറഞ്ഞാൽ ഇത് കോൾ ബൈ വാല്യൂ അല്ലെങ്കിൽ പാസ് ബൈ വാല്യൂ ആണ്. ജസ്റ്റ് വാല്യൂ കോപ്പി ഓഫ് ദ വാല്യൂ മാത്രമേ പാസ് ചെയ്യുന്നുള്ളൂ. ഇനി അഡ്രസ്സാണ് പാസ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഒരു ആമ്പർസാൻഡ് കൊടുക്കും, ഇവിടെ ഒരു ആമ്പർസാൻഡ് നമ്മൾ കൊടുക്കും. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ അഡ്രസ്സ് പാസ് ചെയ്യുമ്പോൾ ഫോർമൽ പാരാമീറ്ററിൽ വന്നിട്ട് അഡ്രസ്സിലുള്ള വാല്യൂ നമുക്ക് കിട്ടണം. അഡ്രസ്സിനകത്തിരിക്കുന്ന വാല്യൂ നമുക്ക് കിട്ടണം. അപ്പോൾ നമ്മൾ എന്തായിരിക്കും ചെയ്യുന്നത്? ഒരു അഡ്രസ്സിനകത്തിരിക്കുന്ന വാല്യൂ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടെ സ്റ്റാർ യൂസ് ചെയ്തിട്ട് വേണം ആ വേരിയബിൾ നമ്മൾ പ്രിൻറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചില്ലേ സ്റ്റാർ P എന്ന് പറഞ്ഞ് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ. Pക്കകത്ത് ഇപ്പോൾ ഏതെങ്കിലും ഒരു വേരിയബിൾ, ഫോർ എക്സാമ്പിൾ C എന്ന് പറഞ്ഞ വേരിയബിളിൻ്റെ അഡ്രസ്സായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. P = ആമ്പർസാൻഡ് C മീൻസ് ഇവിടെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യുന്നു. ഇനി Cക്ക് അകത്തിരിക്കുന്ന വാല്യൂ, ഫോർ എക്സാമ്പിൾ 2 എന്ന് പറഞ്ഞ് വാല്യൂ കൊടുക്കണമെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും സ്റ്റാർ P എന്ന് പറഞ്ഞായിരിക്കും കൊടുക്കുന്നത്. അതുപോലെ ഇവിടെയും പാസ് ബൈ റെഫറൻസിൽ നമ്മൾ അഡ്രസ്സ് പാസ് ചെയ്യുന്നു. ആ അഡ്രസ്സിനകത്തിരിക്കുന്ന വാല്യൂ നമുക്ക് ക്യാപ്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ പോയിൻ്റർ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇങ്ങോട്ട് ഇവിടെ യൂസ് ചെയ്യണം. So to accept the addresses in the function definition, we can use pointers. In this method, the address of the actual parameters is passed to the formal parameter. So if any changes we performed on the formal parameter, that will also be reflected in the actual parameter. അപ്പോൾ അഡ്രസ്സ് പാസ് ചെയ്യുന്ന പറയുക മീൻസ് ഒറിജിനൽ വാല്യൂ തന്നെയായിരിക്കും അവിടെ പാസ് ചെയ്യുന്നത്. അപ്പോൾ ആ അഡ്രസ്സിനകത്ത് നമ്മൾ എന്ത് ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ ഒറിജിനൽ വാല്യൂ, അതായത് ആക്ച്വൽ പാരാമീറ്ററിലെ വാല്യൂവും ചേഞ്ച് ആവും. ഇനി പ്രോഗ്രാം കണ്ടോ. Here in the main function we are entering two numbers x and y. Then before swapping x in the value in the y യുടെ value in the, for example ഔട്ട്പുട്ടിൽ നമ്മൾ 10 and 20 ആണ് കൊടുക്കുന്നതെങ്കിൽ ബിഫോർ സ്വാപ്പിംഗ് എക്സിൻ്റെ വാല്യൂ 10, വൈയുടെ വാല്യൂ 20. ഇനി പാസ് ബൈ റെഫറൻസ് മെത്തേഡിൽ നമ്മൾ സ്വാപ്പ് ഓഫ് എക്സ് വൈ എന്ന് പറയുമ്പോൾ ആമ്പർസാൻഡും കൂടെ കൊടുക്കണം. അപ്പോൾ സ്വാപ്പ് ഓഫ് എക്സ് വൈ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും നമ്മുടെ കൺട്രോൾ എന്ന് പറയുന്നത് ആ ഫംഗ്ഷനിലോട്ട് എത്തി. ഓക്കെ, അപ്പോൾ ആ ഫംഗ്ഷനിലോട്ട് എത്തി. ദെൻ ഇവിടെ കണ്ടോ നമ്മൾ ഫംഗ്ഷൻ ഡെഫിനിഷനിൽ ഫോർമൽ പാരാമീറ്ററിനെ ഡിസ്കസ് ചെയ്യുമ്പോൾ
സ്റ്റാർ എ സ്റ്റാർ ബി എന്ന് പറഞ്ഞാൽ കൊടുത്തത്. അപ്പോൾ സ്റ്റാർ എ സ്റ്റാർ ബി കൊടുക്കുന്നത് എന്തിനാണ്? ഈ പറഞ്ഞ ആമ്പസൻറ്റ് എക്സ് ആമ്പസൻറ്റ് വൈ, അതായത് അഡ്രസ്സ് പാസ് ചെയ്യുന്നു, ആ അഡ്രസ്സിനകത്തിരിക്കുന്ന വാല്യൂ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടെ സ്റ്റാർ എന്ന് പറഞ്ഞ് നമ്മൾ പോയിൻ്റർ കൺസെപ്റ്റ് യൂസ് ചെയ്യണം. അപ്പോൾ വെറും എ ബി എന്ന് മാത്രം നമ്മളിവിടെ എഴുതി കഴിഞ്ഞാൽ, ഇവിടെ എ ബി എന്ന് മാത്രം എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായിരിക്കും? ഇവിടുന്ന് പോകുന്ന അഡ്രസ്സ് മാത്രമേ അവിടെ പോയി സ്റ്റോർ ആകും. നമുക്ക് വേണ്ടതും വാല്യൂ ആണ്. വാല്യൂ വരണമെങ്കിൽ എന്ത് വേണം? ഇവിടെ സ്റ്റാർ എ സ്റ്റാർ ബി എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കണം. ഓക്കെ, സ്റ്റാർ എ സ്റ്റാർ ബി കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ആക്ച്വൽ വാല്യൂ ആണ്. നമ്മൾ പാസ് ചെയ്ത ആക്ച്വൽ അഡ്രസ്സിൽ വാല്യൂ ആണ്. ദെൻ എന്താ സ്വാപ്പ് ചെയ്തു? എയിലുള്ള ആളെ ടെമ്പിലോട്ട് കൊണ്ടുവച്ചു. ദെൻ സ്റ്റാർ ഈക്വൽ ടു ബി, ബിയിലുള്ള ആളെ എയിലോട്ട് കൊണ്ടുവന്നു. ദെൻ ബിയിലോട്ട് ടെമ്പിൾ സ്റ്റോർ ചെയ്യുന്ന ആളുകളെ കൊണ്ടുവന്നു. ഓക്കെ, ദെൻ എന്താ ഇവിടെ വിളിച്ചും കൺട്രോൾ തിരിച്ച് വീണ്ടും ഇവിടെ വന്നു. ദെൻ ആഫ്റ്റർ സ്വാപ്പിംഗ് എക്സിൻ്റെ വാല്യൂ എന്താണ്, വൈയുടെ വാല്യൂ എന്താണ്? അപ്പോൾ ആഫ്റ്റർ സ്വാപ്പിംഗ് എക്സിൻ്റെ വാല്യൂ വൈയുടെ വാല്യൂ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആക്ച്വൽ അഡ്രസ്സാണ് ഇവിടെ പാസ് ചെയ്ത് കൊടുത്തത്. അഡ്രസ്സിൽ ചേഞ്ച് വരുത്തി. ദാറ്റ് മീൻസ് സ്വാപ്പ് ചെയ്തപ്പോൾ എന്തായിരിക്കും? ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സിലും, അതായത് ഇവിടുത്തെ ആക്ച്വൽ ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് എക്സും വൈയും, ഫോർമൽ ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് എയും ബിയും ആണ്. അപ്പോൾ എയും ബിയിലുമാണ് നമ്മൾ ചേഞ്ച് വരുത്തിയതെങ്കിലും ആ ചേഞ്ച് എവിടെയും കൂടെ റിഫ്ലക്റ്റ് ചെയ്യും? ആക്ച്വൽ എക്സിലും വൈയിലും കൂടെ റിഫ്ലക്റ്റ് ചെയ്യും. സോ ആഫ്റ്റർ സ്വാപ്പിംഗ് എക്സ് ഈക്വൽ ടു 20, വൈ ഈക്വൽ ടു 10. ഇവിടെ ഇൻറ്റു കൊടുക്കേണ്ട, ഇൻറ്റിന് പകരം വോയിഡ് എന്ന് പറഞ്ഞ് കൊടുത്താൽ മതി. ഓക്കെ, ഇപ്പം നിങ്ങൾ ഈ വീഡിയോ പഠിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഫോർമൽ പാരാമീറ്റർ ആൻഡ് ആക്ച്വൽ പാരാമീറ്റർ എന്ന് പറഞ്ഞ് 4th മോഡ്യൂളിലൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ പാസ് ബൈ റെഫറൻസ് എന്ന് പറയുന്ന ലാസ്റ്റ് പോർഷനും കൂടെ പഠിക്കണം. അത് ഇതും കൂടെ കേട്ടണം. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഈ പോർഷൻ ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യനാണ്. പാസ് ബൈ റെഫറൻസ് ആൻഡ് പാസ് ബൈ വാല്യൂൻ്റെ ഡിഫറൻസ്. ചിലപ്പോൾ കോൾ ബൈ റെഫറൻസ് ആൻഡ് കോൾ ബൈ വാല്യൂ എന്നായിരിക്കും കൊടുക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തിലേ ഉള്ളൂ, പാസ് ബൈ റെഫറൻസിൽ അഡ്രസ്സ് പാസ് ചെയ്യുന്നത് കൊണ്ട് ഫംഗ്ഷൻ കോളിൽ നമ്മൾ ആമ്പസെൻ്റ് കൊണ്ട് കൊടുക്കണം. ഇനി അഡ്രസ്സിലേക്ക് വാല്യൂ കിട്ടാൻ വേണ്ടി നമ്മൾ ഫംഗ്ഷൻ കോളിലും ഡിക്ലറേഷനും എല്ലാം സ്റ്റാർ സിമ്പിളും കൂടെ, അതായത് പോയിൻ്റ് കൺസെപ്റ്റും കൂടെ യൂസ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ ഇത്രയായപ്പോഴത്തേക്കും നമ്മുടെ 5th മൊഡ്യൂളിലെ ഫസ്റ്റ് പാർട്ട്, അതായത് പോയിൻറ്റേഴ്സ് എന്ന് പറഞ്ഞ പാർട്ട് കഴിഞ്ഞു. ഇനി ഫയൽസ് എന്ന് പറഞ്ഞ പാർട്ടാണ് നമുക്ക് പഠിക്കാനുള്ളൂ. ഓക്കെ, താങ്ക് യു.